കാളി അവതരിക്കുകയല്ല, കാളി എപ്പോഴും ഉള്ളത് തന്നെയാണ്. പാർവതിയുടെ തമോ രൂപമാണ് കാളി. ഏറ്റവും വലിയ വാത്സല്യമൂർത്തിയും ഭദ്രകാളിയാണ്. ആണല്ലോ, അമ്മയല്ലേ. ഒരാൾക്ക് പുതുതായി ഭദ്രകാളി ഉപാസനയിലേക്ക് കടക്കണമെങ്കിൽ നല്ല ഭക്തിയോടുകൂടി അമ്മയെന്ന് വിളിച്ചാൽ മതി. ഒരു മന്ത്രത്തിന്റെ ആവശ്യമില്ല. അന്നത്തെ കാലത്തൊക്കെ ഒരു പൂജ കഴിച്ചാൽ മാക്സിമം കിട്ടുന്നതെന്ന് പറഞ്ഞാൽ 2 കൊട്ട നെല്ലും 4 തേങ്ങ, അത് ഒരു വെറ്റില അടയ്ക്കാൻ മാക്സിമം ഒരു നാണയം കിട്ടും. എല്ലാ ഗോത്രങ്ങൾക്കും ആരാധിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു ദേവതാ സങ്കല്പത്തിനെ നമ്മൾ കണക്കാക്കിയാൽ അത് ഭദ്രകാളിയാണ്. ദാരുകനെ ഇങ്ങനെ ഉയർത്തിയിട്ട് ശൂലത്തിൽ പോർത്ത് തുടങ്ങി. അപ്പോൾ ഇത് കുത്തിയിറങ്ങിയപ്പോൾ അവന് അമ്മയെന്ന് വിളിച്ചപ്പം പെട്ടെന്ന് ഇത് ഊരി ഇയാളെ വേഗം എടുത്ത് ചേർത്ത് പിടിച്ചു. മാതൃഭാവം പൂർണ്ണ ബ്രഹ്മസങ്കല്പം തന്നെയാണ് മഹാകാളി സങ്കല്പത്തിൽ. അതായത് എനിക്ക് പറ്റുമോ എന്നൊരാൾ ചോദിച്ചാൽ എനിക്കും പറ്റും, അവന് പറ്റുമോ അവനും പറ്റും, ഇവന് പറ്റുമോ ഇവനും പറ്റും. എല്ലാവർക്കും ഒരേപോലെ തോന്നുന്ന ഒരേ വികാരം അമ്മ. കാളിയെ നമ്മൾ ആചരിച്ചിരുന്നവരെല്ലാം ഈ ഒരു കാലത്തെ ഒരു ചില വിപ്ലവ